ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ കോട്ടൺ സാരീസാണ്. പ്യുവർ ആയിട്ടുള്ള ലിനൻ കോട്ടൺ സാരീസാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ലിനൻ കോട്ടൺ സാരീസ് എപ്പോൾ കൊണ്ടുവന്നാലും ഒരുപാട് എൻക്വയറിയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നു അല്ലേ ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു എന്താ പറയുക, ഒരു വൈൻ മെറൂൺ കളർ സാരിയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണാം. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന ലിനൻ കോട്ടൺ സാരീസാണ് കേട്ടോ. ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് ഈ സാരീസിൻ്റെ പ്രത്യേകത. പിന്നെ ഉടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. നല്ലൊരു വൈൻ മെറൂൺ കളറാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കണ്ടോ. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. പിന്നെ സൈഡിൽ ആ ഒരു ലിനൻ കോട്ടൻ്റെ ആ ഒരു സിൽവർ ജെറി ബോർഡറും വരും, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ബോർഡറും വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇന്ന് സമ്മറിലൊക്കെ ഉടുക്കാൻ അത്രയും കംഫർട്ടബിളാണ്. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാനും എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം ഇങ്ങനെ ഒതുങ്ങി കംഫർട്ടബിളായിട്ട് കിടക്കും, ഒട്ടും ചൂടെടുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പം പിന്നെ ഈ ലിനൻ കോട്ടൺ മെറ്റീരിയലിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാനിതിൻ്റെ ബ്ലാക്ക് സാരീസൊക്കെ കാണിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് പറയുകയാണ്. ഇത് ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ്, വളരെ കംഫർട്ടബിളാണ്, ഒട്ടും ചൂടെടുക്കില്ല. ലിനൻ്റെയും കോട്ടൻ്റെയും മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് തുണി അറിയാത്തവർ കണ്ടാൽ വിചാരിച്ച് ഇതൊരു പഴംതുണി ടെക്സ്ചർ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത് അങ്ങനെയാണ് ആ ഒരു മെറ്റീരിയൽ. അതാണ് അതിൻ്റെ ഒരു ഭംഗിയും ഉടുക്കാനുള്ളൊരു സുഖവും. പറയുന്നവർക്കറിയാം. ഇത് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇത് കൊണ്ടുവന്ന ഉടനെ തീരുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വിത്ത് ടാസിലായിട്ടാണ് വരുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. കൂടാതെ ഒരു സിൽവർ ജെറി ലൈൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഇങ്ങനെ അതൊരു കുഴഞ്ഞിങ്ങനെ വളരെ തളർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. പിന്നെ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷാണ്. നമുക്ക് മാനുഫാക്ചേഴ്സ് അത് പറഞ്ഞിട്ടാണ് തരുന്നത്. കാരണം ഇതിൻ്റെ കളർ ബ്ലീഡിങ് ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, വിത്ത് ഈ ഒരു സിൽവർ ജെറി ബോർഡർ ആയിട്ടാണ്. നമുക്കിത് ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് പറഞ്ഞിട്ടാണ് മാനുഫാക്ചേഴ്സ് തരുന്നത് കേട്ടോ. ഇത് ഡ്രൈ വാഷായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാരിയാണ്, വളരെ കംഫർട്ടബിളാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഒരുപാട് പേര് ഇതെടുത്തിട്ട് ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അത് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണാൻ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യണേ. റേറ്റ് വരുന്നത് 1185 ആണ് കേട്ടോ. 1185 ആണ്. ഇനി അടുത്ത സാരി കാണാം. എല്ലാം ഒരേ കളറിലാണ് വന്നിട്ടുള്ളത്, ഡിസൈനിലുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്പർ 2 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. അപ്പോൾ സാരീനെ പറ്റി എല്ലാം പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഡിസൈൻസ് വേഗം കണ്ടുപോവാം. ഇതാ കണ്ടോ, എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. പിന്നെ ഈ സാരീസ് ഞാൻ എപ്പോഴും ഈ വീഡിയോ, എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം. ലിനൻ കോട്ടൺ സാരീസിൻ്റെയൊക്കെ ഇതിൽ ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്നതാണ്. ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് വരുന്ന സാരികളാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നതാണ്. അതാണ് ഇതൊക്കെ അവർ ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തെടുക്കുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ ടെറസിലും മണ്ണിലും പുല്ലിലും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിങ്ങനത്തെ നാച്ചുറൽ സാരീസിൻ്റെ മേക്കിങ്ങിൽ നാച്ചുറലായിട്ട് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇതേപോലെ വരുന്നത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഡാർക്ക് വൈൻ മെറൂൺ ഷെയ്ഡാണ്. പല്ലു ഇതേപോലെ വരും, വിത്ത് ടാസിലാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള ബോർഡറാണ് വരുന്നത്. ഇതാ കണ്ടോ, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓഫ് വൈറ്റൊക്കെ ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ ഇത് പെയർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. റേറ്റ് വരുന്നത് 1185 ആണ്. ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്, 1185 ആണ് കേട്ടോ. അടുത്ത ഡിസൈൻ നമ്പർ 3 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. എല്ലാം സെയിം കളറാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എല്ലാ പ്രിൻറ്റും ഒന്നിനൊന്നിന് ഭംഗിയാണ്. ഇതിൽ ഏതെടുത്താലും സൂപ്പറാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇത് കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്.
രണ്ട് സൈഡിലും സെയിം തന്നെയാണ് കേട്ടോ ബോർഡർ വന്നിട്ടുള്ളത്. ഇതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ലിനൻ കോട്ടൺ സാരീസാണ്. റേറ്റ് വരുന്നത് 1185 ആണ് കേട്ടോ, 1185. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് നമ്പർ 4 ആണ്. നല്ല ഭംഗിയുള്ള ഇതാക്കണ്ടോ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്, കൈ വെച്ച് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഈ പ്രിൻസൊക്കെ ഇങ്ങനെ വരും കേട്ടോ. കണ്ടോ ആ സാരിയുടെ ഒരു ഇത് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പല്ലു ഇതേപോലെ വരുന്നത് നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വിത്ത് ടാസിലാണ്. ബ്ലൗസ് വരുന്നത് ഈ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വിത്ത് ബോർഡർ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കളറ് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ പെയർ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ സൂപ്പറായിരിക്കും. റേറ്റ് 1185 ആണ്, 1185 ആണ്. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതും വേറൊരു ഡിസൈൻ തന്നെയാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഈ ഫാബ്രിക്കിന് നമുക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അത്രയും ഡിമാൻഡുള്ള സംഭവം കൂടിയാണ് കേട്ടോ ഇത്. അതെന്താണെന്നറിയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഇത് ഉടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, മാത്രമല്ല ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. ഇത് ഒട്ടും സ്റ്റിഫല്ല, ഒട്ടും സ്റ്റാർച്ചില്ല, ഭയങ്കര ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ സാരി വരിക കണ്ടോ, ഇങ്ങനെ ഒതുങ്ങി ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന സാരിയാണ്. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. റേറ്റ് വരുന്നത് 1185 ആണ്, 1185 ആണ് കേട്ടോ. ഇനി അടുത്ത ഡിസൈൻ കാണാം. ഇത് സാരി നമ്പർ 6 ആണ്. ഇതൊരു പോൾക്ക ഡോട്ടിൻ്റെ പോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതും ഭയങ്കര സൂപ്പറാണ്. ഇതെല്ലാം ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ് വരിക. ഇതും ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഫുൾ ബോഡി ഇങ്ങനെയാണ് വരിക. രണ്ട് സൈഡിലും ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ബോർഡറും ജെറി ബോർഡറൊക്കെ വരുന്നുണ്ട്, സിൽവർ ജെറി ബോർഡർ. റേറ്റ് വരുന്നത് 1185 ആണ്, 1185 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 7 ആണ്. സെയിം കളർ കോമ്പിനേഷൻ, ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ കോട്ടൺ സാരീസാണ്. ഇങ്ങനെ വരും കേട്ടോ. എടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. കണ്ടോ പല്ലു ഇങ്ങനെയാണ് വരുന്നത്, വിത്ത് ടാസിലാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരീസാണ്. അപ്പോൾ ഈ സാരീസിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.